വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC KFC അസിസ്റ്റന്റ് എക്സാം. സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 85 ചോദ്യങ്ങൾ ഡീപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ ഇന്നത്തെ വീഡിയോയിൽ നെക്സ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീട്ടിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. സോ റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC പോസ്റ്റുകളെ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ 86ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കൺസ്യൂമർ പ്രൊമോഷൻ സ്കീം? കൺസ്യൂമർ പ്രൊമോഷൻ സ്കീം അല്ലാത്തത് താഴെ പറയുന്നതിലെ ഏതാണ്? നമ്പർ 1 പറയുന്നുണ്ട് പുഷ് മണി, നമ്പർ 2 കൂപ്പൺസ്, ദെൻ സ്വീപ്സ്റ്റേക്സ്, പ്രീമിയം ഓഫർ. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ കൂപ്പൺസ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് കൺസ്യൂമേഴ്സിന് വേണ്ടിയുള്ളതാണ് അല്ലെ, കൂപ്പൺസ് കൊടുക്കുന്നത്. പ്രീമിയം ഓഫർ കുറച്ചും കൂടി ഹൈ ക്വാളിറ്റി ഓഫറുകൾ കൊടുക്കുന്നതാണ് പ്രീമിയം ഓഫർ എന്ന് പറയുന്നത്, അതും കൺസ്യൂമേഴ്സിനാണ്. പിന്നെ സ്വീപ്സ്റ്റേക്സ് ആണ് നെക്സ്റ്റ് കാണാൻ സാധിക്കുന്നത്. സ്വീപ്സ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോൺടെസ്റ്റുകൾ നടത്തില്ലേ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ട്, ലക്കി ഡ്രോ, അതിനൊക്കെയാണ് സ്വീപ്സ്റ്റേക്സ് എന്ന് പറയാം. അപ്പം അതും കൺസ്യൂമറാണ്. സോ പുഷ് മണിയാണ് ഇവിടെ കൺസ്യൂമർ പ്രൊമോഷൻ സ്കീം അല്ലാത്തത്. പുഷ് മണി എന്ന് പറയുന്നത് ട്രേഡ് പ്രൊമോഷനാണ്, ഇന്റർമീഡിയറീസിന് കൊടുക്കുന്ന പ്രൊമോഷനാണ് പുഷ് മണി എന്ന് പറയുന്നത്. സോ ഇതിൽ ആൻസർ വരാം, അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എയിലെ പുഷ് മണി ട്രേഡ് പ്രൊമോഷൻ ആണ്, ഇന്റർമീഡിയറീസിന് ഉള്ള പ്രൊമോഷൻ സ്കീമാണ് കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 86. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 87. Maruti Suzuki spends huge amounts for advertising and sales promotion for increasing the sales of their cars. The strategy is called. അപ്പോൾ മാരുതി സുസുക്കി അഡ്വർടൈസ്മെന്റിനും സെയിൽസ് പ്രൊമോഷനും വേണ്ടിയിട്ട് നല്ല എമൗണ്ട് സ്പെൻഡ് ചെയ്തു. ആ സ്ട്രാറ്റജീനെ പറയുന്ന പേരെന്താണ്? അപ്പോൾ ഇതിൽ 4 ഓപ്ഷൻസ് കാണാം. നമ്പർ 1 പുഷ്, ദെൻ പുൾ, ദെൻ പുട്ട്, ദെൻ നൺ ഓഫ് ദീസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ശരിക്കും 2 സ്ട്രാറ്റജിയാണ് വരുന്നത്, പുഷും പുള്ളും. സോ ഇതിലെ പുഷ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർമീഡിയറീസിലൂടെ സെയിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെയാണ് നമുക്ക് പുഷ് സ്ട്രാറ്റജി എന്ന് പറയാം. പുൾ സ്ട്രാറ്റജി ആണ് അഡ്വർടൈസിങ്ങും അതുപോലെ തന്നെ സെയിൽസ് പ്രൊമോഷനും നടത്തി സെയിൽസ് കൂട്ടാൻ നമ്മൾ അല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ പറയാം പുൾ സ്ട്രാറ്റജി. പുഷ് ഇന്റർമീഡിയറീസിലൂടെ റീറ്റെയിലേഴ്സിലൂടെ ചെയ്യുമ്പോഴാണ് പുഷ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. പുഷും പുള്ളാണ് ശരിക്കും 2 ഉള്ളത് കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 88. എ ഹൈ ക്വാളിറ്റി കാർ മാനുഫാക്ചറർ adds a lower priced car to its line of prestige cars by reducing the quality and sells the same at lower price. അപ്പോൾ ഒരു കാർ മാനുഫാക്ചറർ ഹൈ ക്വാളിറ്റി കാർസ് ആണ് കൊടുക്കുന്നുണ്ടായിരുന്നത്, അവർ കുറച്ചും കൂടിയും ലോ ക്വാളിറ്റി അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലോവർ പ്രൈസിന് കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇതിനെന്താണ് പറയാ? സോ നമ്പർ 1 പറയുന്നത് പ്രൊഡക്റ്റ് ലൈൻ കോൺട്രാക്ഷൻ, രണ്ടാമത് പറയുന്നത് ട്രേഡിംഗ് അപ്പ്, ദെൻ ട്രേഡിംഗ് ഡൗൺ, പ്രൊഡക്റ്റ് പൊസിഷനിങ്. എന്താണ് ഇതിന്റെ കൺസെപ്റ്റ്? പ്രൊഡക്റ്റ് ലൈൻ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഡ്രോപ്പിംഗ് ഡൗൺ ഫ്രം ദി പ്രൊഡക്റ്റ് ലൈൻ. പ്രൊഡക്റ്റ് ലൈനിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാണ് ഒരു പ്രോഡക്റ്റ് എങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈൻ കോൺട്രാക്ഷൻ എന്ന് പറയാം. അപ്പോൾ അതല്ല, പ്രൊഡക്റ്റ് ലൈനിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈൻ കോൺട്രാക്ഷൻ, അതല്ല. ദെൻ ട്രേഡിംഗ് അപ്പ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് ആഡ് ചെയ്യുമ്പോൾ അതിനെയാണ് നമുക്ക് കൂടുതൽ ഹൈ പ്രൈസിൽ ആഡ് ചെയ്യുമ്പോഴാണ് അതിനെ ട്രേഡിംഗ് അപ്പ് എന്ന് പറയാം. അപ്പോൾ അതുമല്ല, ഇത് രണ്ടുമല്ല. മൂന്നാമത് ട്രേഡിംഗ് ഡൗൺ എന്ന് പറയുന്നുണ്ട്, അതാണ് ആൻസർ. ലോ പ്രൈസ്ഡ് പ്രോഡക്റ്റ് ഓഫർ ചെയ്യുമ്പോൾ അതിനെയാണ് പറയുക ട്രേഡിംഗ് ഡൗൺ, അതാണ് ആൻസർ. പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഒരു പ്രോഡക്റ്റിന് ഇൻ ദി മൈൻഡ് ഓഫ് ദി കസ്റ്റമേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെയാണ് പറയുക പ്രൊഡക്റ്റ് പൊസിഷനിങ്. ഓക്കെ, അപ്പോൾ ഇതുമല്ല. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 89. വെൻ എ പ്രോഡക്റ്റ് passes through the stage of product life cycle, competition become severe, sales increases
but at a decreasing rate, and profit has started falling. This stage is known as, പി എൽ സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളിൽ നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, സാച്ചുറേഷൻ, ഡിക്ലൈൻ അല്ലേ, സ്റ്റേജസ് ഉണ്ട്. സോ ഇതിൽ ഏത് സ്റ്റേജാണ് എന്നാണ് നമുക്ക് ആൻസർ കൊടുക്കേണ്ടത്. അതിൽ പറയുന്നത് കോമ്പറ്റീഷൻ സിവിയർ ആണ്, സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് അറ്റ് എ ഡിക്രീസിങ് റേറ്റ് ആണ്, പ്രോഫിറ്റ് കുറയുന്നു. സോ ഇത് ഏതാ വരാ? നമുക്കറിയാം ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കോസ്റ്റ് ഇറക്കേണ്ടതായിട്ട് വരും അല്ലേ, നമുക്ക് പ്രോഫിറ്റ് അത്രത്തോളം ഉണ്ടാവില്ല. ദെൻ ഗ്രോത്ത് ആവുമ്പോൾ കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മുടെ പ്രോഫിറ്റ് കൂടുന്നു, അതുപോലെ തന്നെ സെയിൽസ് കൂടുന്നു അല്ലേ. നല്ലൊരു സ്റ്റേജാണ് ഗ്രോത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഡിക്ലൈൻ ഉണ്ട്, അതൊക്കെ കുറയുന്ന പരിപാടിയാണ്. മെച്യൂരിറ്റി സ്റ്റേജിലാണ് കോമ്പറ്റീഷൻ ഹൈ ആയിരിക്കും, ദെൻ സെയിൽസ് കൂടും, ബട്ട് അറ്റ് ഡിക്രീസിങ് റേറ്റ്, പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നു. സോ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 90. The strategy of highlighting one powerful positive feature of product in advertising to win against competition is known as. അപ്പോൾ കോമ്പറ്റീഷനെ നമുക്ക് അല്ലേ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അഡ്വർടൈസിങ്ങിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന താഴെ പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്പർ 1, unique selling promotion, then unique strategy proposition, unique selling proposition, united selling proposition. വളരെ എന്താണ് ഈസിയസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, പോപ്പുലർ ആണ് USP എന്ന് പറയുന്നത് അല്ലേ. മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡിഫറൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുകയാണ് എങ്കിൽ അതിനെയാണ് നമുക്ക് യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ എന്ന് പറയാൻ സാധിക്കുക, USP. സോ ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരാം. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ 90. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത 5 ചോദ്യങ്ങളും. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻസും കൂടിയാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്, ഓഡിറ്റിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണത്. സോ ആ വീഡിയോസായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.